ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 3-4 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തലേദിവസം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അന്ന് നേഹയും നൂഹയും എല്ലാവരും ഇവിടെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇത് കറങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ രാത്രിയാണ് ഞാനപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ മാംഗോയുടെ ട്രസ്ലെച്ചസ് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് പാലുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് അതിനൊന്ന് കേർഡിൽ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് 1/3 കപ്പ് മെൽറ്റഡ് ബട്ടറും 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1 കപ്പ് മൈദ, പിന്നെ 1/2 കപ്പ് പൗഡർഡ് ഷുഗർ, പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിൽ വേറെ പണി കാര്യങ്ങളൊന്നുമില്ല. സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പണിയൊന്നും ഇതിൽ കണ്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മെനക്കെടാമെന്ന് വിചാരിച്ചത്. അതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ പാനിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പാനിൽ നല്ലോണം ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു വേറൊരു പാനിൻ്റെ മുകളിലേക്ക് അത് വെച്ച് കൊടുത്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് കൊണ്ട് അതാവും കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച് ഡബിളായിട്ടാണ് ക്വാണ്ടിറ്റി എടുത്തത്. 1 കപ്പിന് പകരം 2 കപ്പായിട്ടാണ് എടുത്തത്. അപ്പോൾ എല്ലാം കുറച്ച് ഡബിളാക്കി എടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇനി അതിൻ്റെ മുകളിലേക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു മാംഗോയും പിന്നെ 1/2 കപ്പ് ഫ്രഷ് ക്രീമും 2 കപ്പ് പാല്, അതേപോലെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ട്രസ്ലെച്ചേഴ്സ് കേക്കിന് പകരം മാംഗോ വെച്ചിട്ടുള്ള ഒരു കേക്ക്. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. കേക്ക് ടേസ്റ്റും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ച് ഹാർഡായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ ഒഴിച്ചു കൊടുത്ത ഈ മാംഗോയുടെ ഒരു പ്യൂരി ഉണ്ടല്ലോ, അത് അതിൻ്റെ അകത്തേക്ക് ഒട്ടും ഇറങ്ങിയില്ല കേട്ടോ. ഞാൻ നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കിയിട്ടൊക്കെ തന്നെയാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ കാര്യം ഉണ്ടായിരുന്നില്ല. അത് ഹാർഡായി പോയതുകൊണ്ടാണോ എന്ന് അറിയില്ല. അത്ര ഹാർഡെന്നല്ല, കുട്ടികൾ നമ്മളുടെ വീട്ടിൽ പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവരത് കഴിച്ച് തീർക്കുകയും ചെയ്തിട്ടാ. പക്ഷേ ഞാൻ വിചാരിച്ച ഒരു എക്സ്പെക്റ്റേഷനിലേക്ക് കേക്ക് വന്നിട്ടില്ല, അതാണ്. അപ്പോൾ നേഹയും അവരൊക്കെ വന്നതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് മിക്സ് ചെയ്ത് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുക ചെയ്തിട്ടാ. ഇത് അപ്പോഴത്തേനും ഞാൻ ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തുകൊണ്ട് തന്നെ ഒരു 35 മിനിറ്റ്സോളം എടുത്തിട്ട് അതാവാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും അവർ വന്നു. ഞാൻ ഇതേ ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാനിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു മഷ്റൂമും ചിക്കനും കൂടിയിട്ടുള്ളൊരു കറി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ പാൽക്കൊഞ്ചും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഗീ റൈസും പുട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ അവർ വന്നപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിച്ചു. ബാക്ക്ഗ്രൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വോയിസ് നമ്മുടെ കിളികളുടെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റൂം ചേഞ്ച് ചെയ്തു. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കിളികളുടെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്ന പോലെ തോന്നിയിട്ടാ. അപ്പോൾ രാത്രി ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവർക്ക് കേക്കൊക്കെ കാണിച്ചു കൊടുത്തത്. അങ്ങനെ നല്ല ഹോൾസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ ആ ടോപ്പിങ്സ് അതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. അതുപോലെ ഞാൻ നന്നായിട്ട് തന്നെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ലിക്വിഡ് അതിലേക്ക് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കേക്ക് കുറച്ച് ഹാർഡായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ വന്നത്. ഒരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ടാണ് വന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ വിചാരിച്ചു അടിപൊളിയായിരിക്കുന്നു. പക്ഷേ കുറച്ച് ഹാർഡായിട്ടാണ് കേട്ടോ നിന്നത്. അപ്പോൾ കുറച്ച് മുകളിൽ ഒഴിച്ചു കൊടുത്തു. ബാക്കി ഇനി കട്ട് ചെയ്യുമ്പോൾ മുകളിൽ ഒഴിച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. ഇത് പിറ്റേ ദിവസം ലഞ്ച് ടൈമിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്നാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നേഹേനെയും കൊണ്ട് വെപ്പിക്കാം. നേഹയും ഇക്കായും കൂടിയാണ് കേട്ടോ കിച്ചണിൽ കയറിയേക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേയും കൂടിയാണ്. എല്ലാവരും കൂടി ഗ്രാൻഡിൽ ഒരുമിച്ച് പോയിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ ചെയ്തത്. ആദ്യം തന്നെ നമ്മുടെ ഒലിവ് ഓയിലും സൺഫ്ലവർ ഓയിലും ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതാണ് മന്തിയുടെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ. എന്നിട്ട് ഹോൾ സ്പൈസസും സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി മാഗി ക്യൂബും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ടൊമാറ്റോ പേസ്റ്റ് 2 എണ്ണം നന്നായിട്ട് അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ ചിക്കൻ ഓൾറെഡി ഉപ്പും പെപ്പറും ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്നുള്ള വെള്ളത്തിലാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ചിക്കൻ പീസ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം അതിലേക്കൊരു മസാല തേച്ച് കൊടുക്കും. എന്നിട്ട് അത് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ചിക്കനിലേക്ക് മസാലയായിട്ട് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് അറബിക് മസാല, അതേപോലെ തൈര്, ജിഞ്ചർ ഗാർലിക്, ഉപ്പ് ഇതെല്ലാം കൂടി മിക്സിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അത് അതിലേക്ക് തേച്ചിട്ട് നന്നായിട്ട് ഓയിലൊന്ന് ഫ്രൈ ചെയ്തൊന്ന് കളറ് മാറ്റിയെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിക്കൻ ഒരു വൈറ്റ് കളറായിട്ട് ഇരിക്കുമല്ലോ നമ്മൾ പ്ലെയിൻ ആയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റണേ കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ദേ അതിൻ്റെ മുകളിലേക്ക് ഇതേ സാഫ്രോൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് സാഫ്രോണിൻ്റെ ടേസ്റ്റ് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ. വിക്കാക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒന്നും നോക്കൂല കേട്ടോ, വാരി വിതറി അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോഴത്തേനും ഞാനും കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വേണ്ടത് റൈസ് ആണല്ലോ. അപ്പോൾ റൈസ് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്കിൽ നിന്നുള്ള വെള്ളവും കൂടി നമ്മളൊന്ന് അളന്നെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം ഒക്കെ ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. നേരത്തെ ഇട്ടാലും കുഴപ്പമില്ല, കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല, ക്യാപ്സിക്കം പെട്ടെന്ന് വേവുമല്ലോ. അതേപോലെ വലിയൊരു ഗ്രീൻ മുളക് ഉണ്ട് കേട്ടോ, അതും കട്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ മന്തിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ റൈസും ഒരു 3 കപ്പ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഡ്രൈ ലെമണൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചു. ഇതേ ഫൈനലി നമ്മുടെ മന്തി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്ന് പാത്രത്തിലേക്ക് കൊട്ടി കൊടുത്താണ് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി എളുപ്പത്തിന്. അപ്പോൾ ഹംദാനും ഹാറൂനൊക്കെ ഉണ്ടായി. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ, അപ്പോൾ അതും പിന്നെ മയോണൈസും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പാലിൻ്റെ മയോണൈസില്ലേ, പാലും സൺഫ്ലവർ ഓയിലും ഗാർലിക്കും വിനീഗറും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തത്. അതിന് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, പാലിനും ഓയിലിനും നല്ല തണുപ്പുണ്ടായിരിക്കണം കേട്ടോ, അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇക്ക ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞോണം അടിപൊളി തന്നെയാണ് കേട്ടോ, ടേസ്റ്റ് നല്ലതാണ്. പക്ഷെ കിച്ചണിൽ നിന്ന് എല്ലാം ചൊറയാക്കുന്നുള്ളൂ, പിന്നെ എല്ലാം വലിച്ചു വാരിയിടും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആൾ ഇളക്കാൻ മാത്രമേ നിൽക്കുള്ളൂ കേട്ടോ, എല്ലാം അരിഞ്ഞും കട്ട് ചെയ്തൊക്കെ കയ്യിലേക്ക് കൊടുക്കണം. അപ്പോൾ എന്നോട് പറയുന്നത് മെയിൻ ഷെഫുകളൊക്കെ അങ്ങനെയാണെന്നാണ്. അപ്പോൾ നീ അസിസ്റ്റൻ്റ് ആണ്, അപ്പോൾ എല്ലാം എടുത്തു തന്നെ എന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ ആ നേരം കൊണ്ട് എനിക്ക് കുക്ക് ചെയ്യുന്നതാണല്ലോ എളുപ്പം. അപ്പോൾ എന്നാലും കയറുമ്പോൾ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചു, നല്ല ടേസ്റ്റ് ഉള്ളത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ, അപ്പോൾ തല്ലുപിടിക്കണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് നേഹ ഒറ്റയ്ക്കാണ് കേട്ടോ പുറത്ത് പോയേക്കണം. അവൾ എവിടെയോ പോകാനുണ്ടായിരുന്നു, അവളുടെ ഫ്രണ്ട് ആരോ വന്നിട്ട് അങ്ങനെ പുറത്തേക്ക് പോയതാണ്. അപ്പം ഞാനും നൂഹയും കൂടി പാർക്കിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് ലെബണപ്പ്. അങ്ങനെ കുറച്ച് ലെബണപ്പും ഒമാൻ ചിപ്സ് ഒക്കെ വാങ്ങിയിട്ട് അതിലേക്ക് ഒമാൻ ചിപ്സ് ഒക്കെ ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹാസിമ് പതിവ് പോലെ തന്നെ മണ്ണിൽ നല്ല അലമ്പായിരുന്നു. പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ നേരത്തെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇക്ക രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റെയിൻബോ സ്റ്റീക്ക് ഹൗസിൽ നമ്മുടെ ബൊഫെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. ഓൾറെഡി അവിടെ വിളിച്ച് സീറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 9 മണിക്ക് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എത്തിയത് 9:45 നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന പാടെ ഹാസിമ് വണ്ടിയിൽ തന്നെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ ഇരുന്നു. എന്നിട്ട് ഇതേ പയ്യെ ഓരോരുത്തരും ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹംദാനെ ഞങ്ങൾ കുറേ വിളിച്ചതാണ് കേട്ടോ. അവന് ഇന്ന് കുറേ ദിവസത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി പ്ലാൻ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് പിന്നെ നമ്മൾ നിർബന്ധിക്കാൻ നിന്നിട്ടില്ല. അവൻ ഇന്നലെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ, പക്ഷെ ഇന്നലെ അങ്ങനെ പോകാനുള്ളൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വിളിച്ചപ്പോൾ ആള് ചൂടായി. ഉമ്മയെടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ തലയിലേക്ക് അങ്ങനെ ഒന്നും കയറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോന്നു. ഇവിടെ ഒരുപാട് ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആരും ഇല്ലാത്ത സമയം നോക്കി അങ്ങനെ എടുത്തതാണ്. ഞാനങ്ങനെ ആദ്യം സാലഡിൽ നിന്ന് തന്നെ തുടങ്ങി. ഇഷ്ടംപോലെ സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഉള്ള സാലഡുകളൊക്കെ ഞാൻ എടുത്തിട്ട് വന്നിട്ട് ഇത് അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. എല്ലാം കുറേശ്ശെ എടുക്കുന്നുള്ളൂ. ചെല്ലുമ്പോൾ തന്നെയുള്ളൊരു വിശപ്പിൽ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ പിന്നെ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും കേട്ടോ. അപ്പോൾ എല്ലാം കുറേശ്ശെ ക്വാണ്ടിറ്റി കുറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നൂഹയും നേഹയൊക്കെ ഓൾറെഡി ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഹാസിം അത്രയും നേരം ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഫുഡൊക്കെ എടുത്ത് എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അവൻ ഹാറൂനെ വലിച്ചു കൊണ്ടുപോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ അതേ അക്വേറിയം ഫിഷൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുടെ സമനില തെറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിരുന്നു കേട്ടോ മൂപ്പരുടെ യുദ്ധമൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ഞാനങ്ങനെ ഫുഡ് അങ്ങനെ വാരി കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ നഗറ്റ്സ്, പിസ്സ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ച് അവന്മാർ വയറ് നിറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹാറൂന് ഇഷ്ടമുള്ള ചോക്ലേറ്റ് കേക്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവരങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആളുകളൊക്കെ ഓൾമോസ്റ്റ് വന്ന് പോയി. നമ്മൾ ആ സമയത്താണല്ലോ വന്ന് കയറിയത്. ഞങ്ങൾ ലേറ്റായി വന്നതുകൊണ്ട് തന്നെ ലേറ്റായിട്ട് ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ പുഡിങ്ങും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേശ്ശെ എടുത്തിട്ടുണ്ടായിരുന്നു. ചിലതൊന്നും അത്ര ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മാക്സിമം വേസ്റ്റ് ആക്കാതെ അങ്ങനെ കഴിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ ബൊഫേക്കൊക്കെ വരുമ്പോൾ മുതലാവണമെങ്കിൽ ഹംദാൻ ഞങ്ങളുടെ കൂടെ വേണം കേട്ടോ. അവനുണ്ടെങ്കിൽ അത്യാവശ്യം ഞങ്ങൾ 2-3 പേരുടെ ഫുഡ് അവൻ അകത്താക്കിക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനില്ലാത്തതുകൊണ്ട് നഷ്ടമായി പോയി എന്നൊക്കെ പറയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഹാസിമിനെയും ഇക്കാനെയും കാണുന്നില്ല കേട്ടോ. പിന്നെ ഡോർ തുറന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട്. ഹാസിമ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇക്കായും പുറകെ ഇറങ്ങി ഓടി.
പിന്നെ അതേ അവനൊരു കണക്കിനാണ് ഞങ്ങൾ വണ്ടിയുടെ അവിടം വരെ കൊണ്ടുപോയത് കേട്ടോ. ചില സമയത്ത് അവൻ അങ്ങോട്ട് ഹാല് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 10 പേര് പിടിച്ചാലും കിട്ടൂല കേട്ടോ. അങ്ങനെ നേരെ വണ്ടിയുടെ അവിടെ എത്തിയപ്പോൾ അവിടെയും കുറേ മണ്ണ് കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറകെ കുറേ നേരം ഓടി അവിടെയൊക്കെ വീർപ്പിച്ച് പിന്നെ ഒരു കണക്കിന് വണ്ടിയിലേക്ക് പിടിച്ച് വലിച്ച് കയറ്റിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നല്ലോ. അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇനി പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ തന്നെ നൂഹയും ഹാസിമും കൂടി ഡാൻസും കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാസിമിൻ്റെ മട്ടയും മാറും കേട്ടോ. അപ്പോൾ ബ്ലൂടൂത്തിൽ ഉറക്കെ പാട്ട് വെച്ചിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഇതേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഡാൻസാണ് കേട്ടോ രണ്ടുപേരും കൂടിയിട്ട്. ഇത് അങ്ങനെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഹംദാനും ഹാറൂനും മദ്രസയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തപ്പോൾ മനസ്സിലായി അത്യാവശ്യം നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഈ മുകളിൽ ഒഴിച്ച ലിക്വിഡും കാര്യങ്ങളൊന്നും അടിയിലേക്ക് ഇറങ്ങിയിട്ടേ ഇല്ലാന്ന്. പിന്നെ ഞങ്ങളൊരു വിധത്തിൽ കുത്തി പൊളിച്ചെന്ന് പറഞ്ഞോണം എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് കുറവൊന്നുമില്ല, നല്ലതാണ്. പക്ഷെ അത്യാവശ്യം ഹാർഡായി പോയിട്ടാണ്. ഞാൻ റീൽസിൽ കണ്ട അത്ര ഹൈപ്പൊന്നും കേക്കിന് ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ വിചാരിച്ച് ഒരു മാംഗോയൊക്കെ വെറുതെ കട്ട് ചെയ്ത് വെറുതെ ഷോയ്ക്കൊക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ കഴിക്കുകയും ചെയ്തിട്ട് ഓരോ പീസ് എല്ലാവരും കഴിച്ചു. ഹംദാനും ഹാറൂനും മദ്രസയിൽ നിന്ന് വന്നപ്പോൾ അത് അവർക്കും കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഹാറൂന് ഒരു വെളിവുമില്ല കേട്ടോ. അവന് അത്യാവശ്യം കഴിച്ചോളും, ഇഷ്ടമാണ് കേക്ക്. ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവർ പോകുന്നതിന് മുമ്പ് ഒരു ദിവസം ഇങ്ങനെ വാട്ടർ സ്കൂട്ടറിൽ പോകാമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം രാവിലെ ഇറങ്ങാമെന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും നമ്മൾ ഇറങ്ങി വന്നപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അന്ന് നൂഹ അവളുടെ കുഞ്ഞുമാടെ വീട്ടിലാണ്. അപ്പോൾ പോണ വഴിക്ക് അവളെ പിക്ക് ചെയ്യാൻ വേണം. അങ്ങനെ ഞങ്ങൾ വെജ് മീൽ കയറിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ നിന്ന് ഒന്നും ഉണ്ടാക്കിയൊന്നും ചെയ്തില്ല. രാവിലെ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി. നേരത്തെ ഇറങ്ങാതിരുന്നത് തലേദിവസം വന്നപ്പോൾ വെളുപ്പിന് 2:30-3 മണി എന്തോ ആയിട്ട് ആരോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ട് വന്നപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ വൈകി. അങ്ങനെ മൊത്തത്തിലെല്ലാം വൈകിയിട്ടാണ്. അങ്ങനെ ഒരു 10 മണി 10:30 ആയി കഴിഞ്ഞപ്പോൾ അതേ നമ്മൾ ഗ്രാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പോണ വഴിക്ക് നൂഹാനെയും പിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 11 മണിയോടുകൂടിയാണ് കേട്ടോ നമ്മളവിടെ എത്തിയത്. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വെയിലിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തീരെ എഫക്റ്റ് ചെയ്യൂല കേട്ടോ. അതിപ്പോൾ വാട്ടർ തീം പാർക്കാണെങ്കിലും ബീച്ചാണെങ്കിലും എന്താണെങ്കിലും വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു വെയിലിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യേയില്ല. അങ്ങനെ അത് 2 ജെറ്റ്സ്കി അങ്ങനെ നമ്മൾ എടുത്തിട്ടാണ്. അങ്ങനെ ആദ്യം തന്നെ നൂഹയും ഹംദാനും കൂടിയാണ് പോയത്. അപ്പോൾ ഹംദാന് എപ്പോഴും ജെറ്റ്സ്കി എടുത്താലുള്ള ഒരു പരിപാടി എന്നെ വെള്ളത്തിൽ തള്ളിയിടാനായിട്ട് അവൻ മാക്സിമം ശ്രമിക്കൂട്ടാ. ഇക്കാടെ കൂടെ പോകുമ്പോൾ എനിക്ക് അത്രയും പ്രശ്നമില്ല. പക്ഷെ ഹംദാൻ്റെ കൂടെ പോകുമ്പോൾ ഒരു ലെവലില്ലാത്ത സ്പീഡിലാണ് കേട്ടോ അവൻ പോണത്. പിന്നെ അവൻ വളയ്ക്കണത് കാണുമ്പോഴും ഒരു സെക്യൂർഡ് അല്ലാത്ത പോലെ തോന്നാറുണ്ട്. അതേപോലെ തന്നെ സംഭവിച്ചു. അവൻ നൂഹാനെയും കൊണ്ട് പോയി പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടി മറിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകിൽ അടുത്ത ജെറ്റ്സ്കിയിൽ നേഹയും ഹാറൂനും കൂടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഉടനെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു നൂഹയും ഹംദാനും വണ്ടി മറിഞ്ഞ് അവിടെ വീണേക്കാണെന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് തന്നെ ആൾക്കാർ വേഗം ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 പേരും വെള്ളത്തിൽ മുങ്ങിയെങ്കിലും ഉടനെ തന്നെ കയറിയിരുന്ന് പിന്നെ ഓക്കെ ആയിട്ടാ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ മറിഞ്ഞാലും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ, സേഫ്റ്റിയാണ്. പക്ഷെ ഹംദാന് കറക്റ്റായിട്ട് വളയ്ക്കാൻ അറിയാൻ പാടില്ല. പിന്നെ മാക്സിമം ബാക്കിലുള്ളവരെ തള്ളിയിടാനുള്ളൊരു ശ്രമവും അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ് കേട്ടോ. പക്ഷെ മറിഞ്ഞപ്പോൾ അവനും കൂടിയിട്ട് മറിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് പലരും പല വഴിക്കായിട്ട് ഓടിച്ചു. ഞാൻ ഹംദാൻ്റെ പുറകിൽ ഇരിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അവൻ ഒരുപാട് ട്രൈ ചെയ്തു എന്നെ കയറ്റാൻ വേണ്ടിയിട്ട്, എന്നെ മറിച്ചിടാൻ വേണ്ടിയിട്ടാണല്ലോ, അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല കേട്ടോ. പിന്നെ നൂഹയും നേഹയും അവർ 2 പേരും പോയി. ഞാൻ ഇക്വായും ഓടിച്ചു, ഞാനും ഹാറൂനും കൂടി പോയി. ഞാൻ നേഹയുടെ പുറകെ പോയി. നൂഹ മാത്രം ഓടിച്ചില്ല കേട്ടോ, ബാക്കി ഞങ്ങളെല്ലാവരും ഓടിച്ചു. അവൾക്ക് കുറച്ച് പേടിയാണ്. അങ്ങനെ ഒരു 2 മണിക്കൂറോളം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഹാസിമ് തീരത്ത് തന്നെ, അവൻ ഭയങ്കര ഹാപ്പിയാണ്. വെള്ളവും മണ്ണും ഉണ്ടെങ്കിൽ പിന്നെ ഹാസിമിൻ്റെ കാര്യം നോക്കണ്ടല്ലോ. അപ്പോൾ അവന് ജാക്കറ്റ് ഇട്ടുകൊടുത്തുകൊണ്ട് തന്നെ ആൾ സേഫായിട്ട് അങ്ങനെ കരയിൽ തന്നെ നിന്ന് ഫുള്ള് കളിയായിരുന്നു കേട്ടോ. നമ്മൾ എത്ര സ്പീഡിൽ ഓടിച്ചാലും ഈ തീരത്ത് എത്തണ ടൈം ആകുമ്പോൾ നമ്മളിത് നല്ല സ്ലോ ആക്കണം കേട്ടോ, അല്ലെങ്കിൽ അവർ വഴക്ക് പറയും. അവിടെ സൈഡിൽ ചെന്ന് ഇടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് തന്നെ പൈസ വാങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്താറാകുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് സ്ലോ ആക്കണം, അല്ലെങ്കിൽ വണ്ടിയുടെ അടി പോയി ഇടിക്കുമെന്നാണ് കേട്ടോ പറയണേ. അപ്പോൾ അവർ നേരത്തെ തന്നെ കൈകൊണ്ട് കാണിക്കും ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ദേ അങ്ങനെ വെള്ളത്തിൽ വീണ ആൾക്കാരാണ് കേട്ടോ ദേ ഇപ്പം റിട്ടേൺ വന്നത്. ദേ ഇപ്പം ഞാനും ഇക്കായും കൂടി ദേ പോവാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞൊരു വർഷം 2 വർഷം മുമ്പ് താമസിച്ചുകൊണ്ടിരുന്നത്. അൽത്തൗൺ എന്നാണ് ഈ ഒരു ഏരിയയുടെ പേരിട്ട. പക്ഷെ നമ്മൾ താമസിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും ഒരു വാല്യൂ ഉണ്ടാവില്ല കേട്ടോ. ഈ മുറ്റത്ത് മുല്ലയ്ക്ക് മണയില്ല എന്ന് പറയണ പോലെ നമ്മൾ റൂമിലിരുന്നത് കാണുക എന്നല്ലാണ്ട് പിന്നെ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങനെ ഗസ്റ്റൊക്കെ ആയിട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ ജെറ്റ്സ്കി ഒക്കെ എടുത്ത് ഓടിക്കുള്ളൂ. നമ്മൾ താമസിക്കുന്ന സമയത്ത് ഭയങ്കര പ്ലാനിങ് ആയിരിക്കും കേട്ടോ. ഡെയിലി ബീച്ചിൽ പോകണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിനോടൊരു താല്പര്യക്കുറവ് എന്തായാലും തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടുത്ത് റൂം എടുത്തിട്ട് ഇതൊന്ന് യൂസ് ചെയ്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇല്ല. ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകൾ വരികയാണെങ്കിൽ അവരെയും കൂട്ടിയിട്ട് വരാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇതിന് മുമ്പ് ഇക്കടെ അമ്മായിയുടെ പേരക്കുട്ടിയും അവരുടെ മക്കളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവരുടെ കൂടെ ഉണ്ട് ഞങ്ങൾ ലാസ്റ്റ് വന്നത്. പിന്നെ അത് ഇപ്പം നേഹയൊക്കെ വന്നപ്പോഴാണ് അവരൊരു കൊതി പറയുമ്പോഴാണല്ലോ നമുക്ക് പോകാനൊക്കെ ഒരു താല്പര്യം. പിന്നെ ഇടയ്ക്ക് വരുന്ന ആള് ഇക്കടെ 2ാമത്തെ ബ്രദറാണ് കേട്ടോ. ആള് കഴിഞ്ഞ വിൻ്ററിലാണ് കേട്ടോ ലാസ്റ്റ് വന്നത്. പക്ഷെ നമ്മൾ ജെറ്റ്സ്കി ഓടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ അങ്ങനെ ഇവിടെ തകർത്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാറൂൻ വാപ്പിയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹാസിമിനെയും കൂട്ടിയിട്ട് കുറച്ച് ഒക്കെ പോയിരുന്നു. 3 ആളെ വെച്ചിട്ട് അവർ അലൗഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാനിക്കായും ഹാസിമിനെയും കൂട്ടി ഇരുത്തിയിട്ട് അവർ തീരെ സമ്മതിച്ചില്ല. അവസാനം ഞാൻ ഇറങ്ങിയിട്ട് ഇക്ക ഹാസിമിനെയായിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി കുറച്ച് നേരം ഒന്ന് ഓടിച്ചിട്ടൊക്കെ പോന്നു. ഇത് പിന്നെ ഞാൻ ഓടിച്ചപ്പോൾ എൻ്റെ കൂടെ ഹാറൂനും വന്നതാണ് കേട്ടോ. നേരെ പോകാനായിട്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് വളയ്ക്കുന്ന സമയത്ത് ഭയങ്കര പേടിയാണ് കേട്ടോ. ഈ വണ്ടി അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളയ്ക്കുന്ന സമയത്താണ്. അത് നന്നായിട്ട് മറിയാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ വളയ്ക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ബോഡി പോയിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെന്നിട്ട് വണ്ടി മറിയൂട്ടാ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഏറ്റവും പൊളിച്ചോടിച്ചത് സത്യം പറഞ്ഞാൽ നേഹയായിരുന്നു. നേഹയുടെ പോക്ക് കണ്ടിട്ട് ഒരു ലക്കുമില്ലാണ്ടാണ് കേട്ടോ അവളുടെ ഓടിക്കൽ. കണ്ടിട്ട് തന്നെ പേടിയായിട്ട് വയ്യായിരുന്നു. ഇക്കാനേക്കായും ഫാസ്റ്റിൽ നേഹ തന്നെയാണ് കേട്ടോ ഓടിച്ചത്. ഇക്ക ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം സേഫ്റ്റി നോക്കി കുറച്ച് സ്ലോ ആയിട്ടൊക്കെ ഓടിച്ചൊക്കെ പോവുള്ളൂ കേട്ടോ. നേഹയുടെ കൂടെ ഞാൻ പോയിട്ട് കുറേ നേരം കരഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ. അവൾ അങ്ങനെയാണ് കൊണ്ടുപോയത്. പിന്നെ സ്ലോ ആക്കി ഞാൻ ചാടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളൊന്ന് സ്ലോ ആക്കിയതാണ് കേട്ടോ. ഹാസിമ് ദേ ഇവിടെ ശവാസനത്തിലാണ്. ഞാൻ ദേ 2 ട്രിപ്പൊക്കെ പോയി വന്ന് പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് മതിയാവുമല്ലോ. അല്ലെങ്കിലും ഇവിടെ 1 hour ആണ് കേട്ടോ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മളൊരു 1 hour കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവർ പറയും ടൈം ആയിട്ടുണ്ടെന്ന് അങ്ങനെ പറയും. 2 വണ്ടി എടുത്തുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്യാവശ്യം ടൈം ഓടിക്കാനുള്ള സമയം കിട്ടിയിട്ട്. അതല്ലെങ്കിൽ ഒരു വണ്ടി പോയി വന്ന് നമ്മൾ അത്രയും പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് തന്നെ ഓടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വ്ളോഗിൽ ഒരു 5 ദിവസം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അടുത്തത് അവർക്ക് ആഗ്രഹം പറഞ്ഞത് B11 പോയിട്ട് അവിടുത്തെ ഡെസേർട്ട് ട്രൈ ചെയ്യണമെന്നായിരുന്നു. ഗൾഫിലുള്ളവരെയൊക്കെ സംബന്ധിച്ച് ഇവിടത്തേക്ക് ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര ക്രേസാണ് കേട്ടോ. പക്ഷെ എനിക്കും ഇക്കാക്കും ഈ ചോക്ലേറ്റിനോടും മധുരത്തിനോടും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ പരിസരത്തേക്ക് പോലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് വാങ്ങണമെന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം ഈ സ്ട്രോബെറിയും അതിൻ്റെ പപ്സിൻ്റെ മുകളിലുള്ള ആ ഒരു കോട്ടിങ്ങില്ലേ അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. അതും പിന്നെ ചോക്ലേറ്റും ക്രീമൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഹംദാനും ഹാറൂനും കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചോക്ലേറ്റിൻ്റെയും പിസ്താഷ്യോടെയൊക്കെ വേറൊരു കേക്കോ അങ്ങനെ എന്തോ ആണ് കേട്ടോ വാങ്ങിയത്. സംഭവത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇത് അതിൻ്റെ അടുത്ത ദിവസത്തെ വീഡിയോ ആണ്. ഞാനും നേയും കൂടി പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് അവൾ പിറ്റേ ദിവസം പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ നെയ്ഫ് സോക്കിലൊക്കെ ഒന്ന് കറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രിയായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയില്ല. അവൾ ഇറങ്ങിയ സമയത്തൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എയർപോർട്ടിൽ ചെന്നപ്പോഴും നല്ല ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവളങ്ങനെ ഇറക്കി വിട്ടിട്ട് നമ്മളിങ്ങോട്ടേക്ക് പോരുകയാണ് കേട്ടോ ചെയ്തത്. നമുക്കവളെ നോക്കിക്കാനും പിടിക്കാനൊന്നും പറ്റിയില്ല. അന്ന് തന്നെ വെളുപ്പിന് നൂഹയും പോയിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ നിന്നാണ് കേട്ടോ പോയത്. അമ്മയുടെ സിസ്റ്ററിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് അവൾ നാട്ടിലേക്ക് പോയത്. അങ്ങനെ കുറേ ദിവസത്തെ അടിച്ചുപൊളിയും എല്ലാം കഴിഞ്ഞ് അങ്ങനെ അവർ പോയി. അതിൻ്റെ പിറ്റേ ദിവസം ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ ഒരു മിക്സഡ് വെജിറ്റബിൾ ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾ അല്ല, ചിക്കനും ഫ്രൈ ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതൽ ആക്കിയിട്ടുണ്ടായിരുന്നു രാവിലത്തേക്കും വേണ്ടിയിട്ട്.
അതൊക്കെ ഒന്നതേ നന്നായിട്ടൊന്ന് ചൂടാക്കി പാക്ക് ചെയ്യാനായിട്ട് കുട്ടികൾക്ക്. അപ്പോൾ ഇന്നലെ നെഹനാക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് വാഫിൾസ് ഒരു ഷോപ്പിൽ നിന്ന് അങ്ങനെ കണ്ടപ്പോൾ അത് വാങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ അതിന് ആയിട്ട് കയറിയതല്ല, ഹാസിമ് വഴി തെറ്റി കയറിയതാണ്. കൂടെ വലിയൊരു ബക്കറ്റിൽ ലേസ് ഉണ്ടായിരുന്നു കേട്ടോ, അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വാഫിൾസൊക്കെ ഒന്ന് സ്നാക്സായിട്ട് അതും വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പിള്ളേർ പോയതിന് ശേഷം എനിക്ക് സുംബ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നേരെ സുംബക്ക് പോയി തിരിച്ച് വന്നു. അപ്പോൾ ഇക്കാക്ക് ഡയറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഓട്സും ബോയിൽഡ് എഗ്ഗും ബോയിൽഡ് വെജിറ്റബിൾസും ഒക്കെ ആയിരുന്നു. പിന്നെ അതേപോലെ നമ്മളുടെ അവക്കാഡോ വെറുതെ ഹണി വെച്ചിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്തിട്ട് അതും കൂടി ആയിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ഞാനും സുംബക്ക് പോയി വന്നതുകൊണ്ട് ഞാനും അതിൽ നിന്ന് തന്നെ ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. 5 ദിവസത്തെ കാര്യങ്ങൾ ഞാനിതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.